ഭഗവാൻ ശിവന്റെ യതിനാഥ് അവതാരത്തെക്കുറിച്ച് അറിയാം. അർബുദജൽ എന്ന പുണ്യപർവ്വതത്തിൽ ശിവന്റെ യഥാർത്ഥ ഭക്തരായ ആഹുക എന്നീ എളിയ ദമ്പതികൾ താമസിച്ചിരുന്നു. അവരുടെ ദിവസങ്ങൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഓം നമ ശിവായ എന്ന മന്ത്രജപത്തോടെയാണ്. ഒരു ദിവസം ശിവൻ അവരുടെ ഭക്തി പരീക്ഷിക്കാൻ തീരുമാനിച്ചു. യതിനാഥ് എന്ന് അരഞ്ഞു തിരിയുന്ന സന്യാസിയുടെ വേഷം ധരിച്ച് അദ്ദേഹം അവരുടെ ലളിതമായ കുടിലിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തോ ദിവ്യത്വം അനുഭവിച്ച ആഹുക് കൂപ്പ് കൈകളോടെ സന്യാസിയെ സ്വീകരിച്ചു. പുണ്യവാനെ, ദയവായി ഞങ്ങളുടെ വീട്ടിൽ വിശ്രമിക്കൂ, അവൻ പറഞ്ഞു. രാത്രി അടുത്തപ്പോൾ യതിനാഥ് അവനോട് ചോദിച്ചു, ഇന്ന് രാത്രി എനിക്കിവിടെ താമസിക്കാമോ? ആഹുക്ക് ഒന്നും മടിച്ചു. ഞങ്ങളുടെ കുടിൽ വളരെ ചെറുതാണ്. എന്നാൽ ആഹുക്കിന്റെ ഭാര്യ പറഞ്ഞു, അതിഥി അഭയം തേടുമ്പോൾ അവനെ നമ്മൾ പിന്തിരിപ്പിക്കരുത്. അങ്ങനെ ഒരു മടിയും കൂടാതെ ആഹുക് തണുത്ത ആ രാത്രിയിൽ വെടിയിൽ കിടന്ന് ഉറങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ ആ രാത്രിയിൽ ഒരു കാട്ടുമൃഗം അവനെ ആക്രമിച്ചു. ആഹുക്കിന് ജീവൻ നഷ്ടപ്പെട്ടു. നേരം പുലർന്നപ്പോൾ ശിവൻ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. പക്ഷേ വെളിയിലിറങ്ങിയ ആഹുക ഭർത്താവിന്റെ നിർജീവമായ ശരീരമാണ് കണ്ടത്. അവൾ ശിവന്റെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, മഹാദേവ, എന്റെ ഭർത്താവിനെ പിന്തുടരാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മറ്റൊരു ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒന്നിക്കണം. ഒരു മടിയും കൂടാതെ ആഹുക കത്തുന്ന ചിതയിലേക്ക് ചാടി. ആഴത്തിൽ വികാരഭരിതനായ ശിവൻ അവരുടെ ആത്മാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നളനും ദമയന്തിയുമായി പുനർജനിക്കും. വീണ്ടും ഒന്നിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ നിത്യസ്നേഹത്തിനും ഭക്തിക്കും സാക്ഷ്യം വഹിക്കാൻ ഞാൻ അചഞ്ചലേശ്വര ലിംഗമായി എന്നേക്കും നിലനിൽക്കും. അന്നു മുതൽ ദിവ്യമായ അചഞ്ചലേശ്വർ മഹാദേവ ക്ഷേത്രം യഥാർത്ഥ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമായി മാറി.